പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇന്ന് നമ്മൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന മൂവിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലാത്തി അടിച്ച സമയങ്ങൾ എന്താ, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പടം എങ്ങനെ ജ്വലിച്ചോ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് ഇതിനോടകം കണ്ടു കാണാം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന ആൾക്കാർക്ക് എങ്ങനെയാണോ, എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളാണല്ലോ, ഓരോ ഒപ്പീനിയൻസ് ആണ്. സോ ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. സോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസനെ സ്വന്തമായ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹിറ്റ് നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ആൻഡ് ഇതിനകത്ത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഇന്ദ്രനീൽ GK ആൻഡ് രാഹുൽ G ആണ്. സോഫിയ പോൾ ആണ് നമുക്ക് പ്രൊഡ്യൂസർ. ആൻഡ് നല്ല ഒരു മൂവി, ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. ഒരു ത്രില്ലർ മൂവി എന്നൊക്കെ പറയുന്ന, ഒരു കോമിക്കൽ ത്രില്ലർ മൂവി എന്ന് പറയുന്ന ഒരു മൂഡാണ് കേട്ടോ. മിന്നൽ മുരളി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു എന്തോ ഒരു വകഭേദം പോലെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനോടൊന്നും ഉപമിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് ഒരു റേഞ്ച് പോയിട്ട്, അതായത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിൽ സ്ലോ ആയി പോയിട്ട്, ലാഗ് ഒന്നുമില്ല പടത്തിന്, ഒരു മിഡ് റേഞ്ച് പോയിട്ട് നമുക്ക് ഇന്റർവെല് കഴിയുമ്പോഴത്തേനും ഇനി എന്താ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വർക്ക് ചെയ്യിക്കുന്ന ഒരു പടം തന്നെയാണ് കേട്ടോ. നൈസ് മൂവി, നല്ല തിയേറ്റർ വാച്ച്, ഒരു ഡീസൻറ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. പറ്റുന്നവരെല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ചെറിയ ഒരു ഗ്രാമം, അതായത് പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. അപ്പോൾ പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. ഫസ്റ്റ് അങ്ങനെ നടന്നു പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ഗ്രാമം, പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലേക്കൊക്കെ നമ്മളും ഇൻവോൾവ് ആയിരുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരു നോർമൽ ഒരു കഥ. അത് കഴിഞ്ഞ് ഒരു ഇന്റർവെലിനോട് അടുക്കുമ്പോൾ കഥയിലേക്ക് കുറേശ്ശെ സീരിയസ്നെസ് വന്നു തുടങ്ങും. അത് വേറെ ജസ്റ്റ് ഒരു കോമിക്കൽ ഒരു പാർട്ടായിട്ട്, ഒരു കോമഡി പടം എന്നുള്ളതല്ല കേട്ടോ, ത്രില്ലർ തന്നെ. നമുക്കതൊരു കോമിക് വേർഷനിൽ അങ്ങനെ പോവും. ഇന്റർവെല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിന്റെ ഗ്രാഫ് ഒരൊറ്റ അടിക്ക് അത് അങ്ങനെ കുതിച്ച് പൊന്തുണ്ടോ. നൈസ് എന്ന് പറഞ്ഞാൽ നൈസ്. നമുക്ക് അതിനകത്ത് ഒരു സീരിയൽ കില്ലർ ഉണ്ട്. അത് ആരാണെന്ന് നമുക്ക് അത്ര വലിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരാളായിരിക്കില്ല. നൈസ് ഡയറക്ഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിടിലനായിരുന്നു. ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പം നമ്മൾ ശരിക്കും ഞെട്ടും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ വരുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നിന്ന് ഒരു 50-70% ആൾക്കാർ പോയതിന് ശേഷമാണ് ആ ഒരു ടൈറ്റിൽ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഫിലിമിൻ്റെ പേര് ജാംബി എന്നാണ്. ജാംബി അത് കുറച്ചും കൂടി ഇതിനെക്കാട്ടിലും കുറച്ച് മേലെ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആൻഡ് ഇതിനകത്തെ കാസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, സീമാജി നായർ ആൻഡ് കോട്ടയം നസീർ. പിന്നെ വരുന്നത് ഒരു അൽ അമീൻ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അവരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു കഥയാണ്. നമുക്ക് കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയേ ആവശ്യമുള്ളൂ ഈ പടത്തിന്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാച്ചിക്കാവ് എന്ന അതിമനോഹരമായ ടുണ്ടു ഇതിനകത്ത് ഇത്രയും ഒരു കാസ്റ്റ് ബേസേ ആവശ്യമുള്ളൂ. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ, പണി അറിയുന്നവൻ്റെ കയ്യിൽ ധ്യാനിനെ കിട്ടിക്കഴിഞ്ഞാൽ പണിയെടുക്കാൻ ചേട്ടൻ അറിയാം എന്ന് ധ്യാൻ ഇതിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും എനിക്ക് ധ്യാനിൻ്റെ ഇതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഉടൽ എന്ന് പറയുന്ന പടമാണ്. പക്ഷേ ഉടൽ എന്ന് പറയുന്ന പടത്തിൽ ആക്ച്വലി നായകൻ ഇന്ദ്രൻസ് തന്നെയാണ്. എന്നിരുന്നാലും ധ്യാൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതായത് ബോറടിപ്പിക്കാണ്ട് വല്ലാണ്ട് ഇങ്ങനെ ഓവർ ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നൈസായിട്ട് പോകുന്ന ഒരു പടമാണ് ഉടൽ എന്ന് പറയുന്ന പടം. അതിനുശേഷം ധ്യാൻ്റെ ഒരു നല്ല മൂവി എന്ന് പറയാം, നമുക്ക് കണ്ടിരിക്കാം, ബോറടിക്കില്ല, തമാശകളുണ്ട്, വെറുപ്പീരില്ല, അത് ത്രില്ലറുണ്ട്, അതിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഡീസൻറ്റ് വാച്ച് മൂവി തന്നെയായിരുന്നു കേട്ടോ. ധ്യാൻ്റെ ഒരു കംബാക്ക്, നല്ല പടങ്ങളൊക്കെ എടുത്തിട്ട് ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കൂട്ടിൽ ഒതുങ്ങാതെ ഇതുപോലെ ബാക്കിയുള്ള പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ആൾക്കാരെ കൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പടങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പം പടം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. ആർക്കും പൈസ നഷ്ടമാവുന്ന അങ്ങനെയൊന്നും തോന്നത്തില്ല. ഒരു നൈസ് മൂവിയാണ്.
ഈ പറയുന്ന കണക്ക് നല്ല തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് കുറച്ച് ഈ 4K ബാസും കാര്യങ്ങളൊക്കെ ഉള്ള തിയേറ്ററിൽ പോയിട്ട് കാണാം. അല്ലെങ്കിൽ ചത്തു കുത്തിയിരിക്കുന്ന തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും തിയേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല തിയേറ്റർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, കുട്ടികളെ കൊണ്ട് പോകുന്നവരെ ശ്രദ്ധിക്കുക. ചില സീനുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെട്ടെന്ന് പേടിക്കുന്ന ചില 1-2 സീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് പോകുമ്പം കുട്ടികൾ പേടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് പിള്ളേരെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം അത് കൺസിഡർ ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല തിയേറ്റർ സെലക്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് പൈസ നഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആണിത്. പൈസ നഷ്ടമാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് പോയിട്ട് കാണാം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.